വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവേത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യാം. കാരണം റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി റസൂലിന്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്തു വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് ബിഗ് ബോസ് താരം സജ്ന നൂർ നടത്തിയ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റ് ഇന്റർവ്യൂവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. തന്റെ മുൻ ഭർത്താവ് ഫിറോസ് ഖാനും ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിക്കുമെതിരെ ഉയർന്ന വിവാദങ്ങളിലാണ് സജ്ന ഈ ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സജ്ന കണ്ണീരോടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും പ്രേക്ഷകർ ഇത് അത്രയ്ക്ക് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുന്നത്. റസൂൽ പൂക്കുട്ടിയുമായി ബന്ധപ്പെടുത്തി ഉയർന്ന ഗർഭധാരണ വാർത്തകളും ചോർന്ന ചില ഓഡിയോ ക്ലിപ്പുകളും വലിയ രീതിയിൽ ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണ്, ആ പോസ്റ്റ് താൻ ഇട്ടതല്ല എന്ന് സജ്ന വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഫോൺ റെക്കോർഡിംഗ്സ് എല്ലാം പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി എന്തിനാണ് ഈ നാടകമെന്നാണ് ഭൂരിഭാഗം നെഗറ്റീവ് കമൻറ്റുകളും ചോദിക്കുന്നത്. ഇതിനിടയിൽ സജ്നയുടെ മുൻ ഭർത്താവ് ഫിറോസ് ഖാൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളും ഈ വിഷയത്തിനെ കൂടുതൽ ചർച്ചയാക്കുന്നുണ്ട്. റസൂൽ പൂക്കുട്ടിയുടെ അഞ്ചലിലുള്ള വീട്ടിൽ താൻ നേരിട്ട് പോയി സംസാരിച്ചുവെന്നും സജ്നയും റസൂലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നുമാണ് ഫിറോസ് വാദിക്കുന്നത്. തനിക്ക് റസൂൽ പൂക്കുട്ടിയുമായി നല്ലൊരു സൗഹൃദം മാത്രമുള്ളതാണെന്ന് സജ്ന ഇന്റർവ്യൂവിൽ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും പണത്തിന് വേണ്ടിയുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് നടക്കുന്നതെന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് സൈബർ ലോകത്ത് സജ്നയ്ക്ക് നേരെ ഉയർത്തുന്നത്. മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന സജ്ന എന്തിനാണ് ഇത്തരം വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നതെന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം. കണ്ണീരൊഴുക്കി സജ്ന ന്യായീകരിക്കുമ്പോൾ മറുവശത്ത് ഫിറോസിന്റെ വെളിപ്പെടുത്തലുകൾ. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.